ഹായ് ഹൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്നോ മാളിലേക്ക് നോയിഡ. അടിപൊളി മാളാണ് കേട്ടോ. അതിൽ സ്നോ പാർക്ക് എന്നാണ് പറയുന്നത്. അതിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും കയറാം. അപ്പം ഞങ്ങളിങ്ങനെ സൺഡേ ഒരു ട്രിപ്പ് വെച്ചു നോയിഡയിലേക്ക്. അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞമ്മയൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുവാണ്. എന്താ സംഭവം, ഇതാ ജോബി ചേട്ടൻ. അപ്പം ഞങ്ങളിങ്ങനെ അവർ ഓപ്പൺ ആയില്ല കേട്ടോ. 11:30 ആയപ്പോൾ ഓപ്പൺ ആക്കുകയെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടമെല്ലാം ചുമ്മാ ഇങ്ങനെ വീഡിയോ എല്ലാം പിടിച്ചിങ്ങനെ നടക്കുവാണ്, ഫോട്ടോ എല്ലാം എടുത്ത് നടക്കുവാണ്. അപ്പോൾ പിള്ളേരൊന്ന് കയറാൻ വേണ്ടിയുള്ള ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുക. ഇപ്പം വിളിക്കും, 11:30 ആകുമ്പോഴത്തേനും വിളിക്കും. ഞങ്ങൾ നേരത്തെ ചെന്നായിരുന്നു അവിടെ. അപ്പം അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ഫ്ലോറിലെ സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം മാളെ കാണാൻ അടിപൊളിയാണ്. ഒത്തിരി ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഏരിയ കേട്ടോ. എല്ലാ സംഭവം ഉണ്ട് അതിൻ്റെ സൈഡിൽ. എല്ലാ ഫുഡ് ഐറ്റംസും കിട്ടും. നമ്മുടെ കേരളത്തിലില്ല, നോർത്ത് ഫുഡാണ്, എന്നാലും പിസ്സ ഹട്ടും പിന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ എൻട്രൻസ് ആയി, ഓപ്പൺ ചെയ്തു. അപ്പം ഞങ്ങൾ മെല്ലെ അകത്തേക്ക് പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഫസ്റ്റ് റൈറ്റിൽ തന്നെ ഉണ്ട് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അവിടെ ടിക്കറ്റ് റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഡാണ് കേട്ടോ നമുക്കവിടെ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഞങ്ങൾ ആദ്യം ഒന്ന് ചുറ്റി എല്ലാം ഒന്ന് കാണുവാണ്. കണ്ടുവച്ചിട്ട് വന്നിട്ട് ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നോനും ഉണ്ട്. നോനും ഇതെല്ലാം കണ്ടിട്ട് എല്ലാത്തിലും കയറാനുള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ്. പക്ഷെ നമുക്കവിടെ 1 മിനിറ്റ് 2 മിനിറ്റ് ഒരു ഇതിൽ കയറാൻ പറ്റുള്ളൂ. ഇഷ്ടംപോലെ കയറാം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് റേറ്റ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്, 700 രൂപ മുതലുണ്ട് ടിക്കറ്റ്, 10,000 രൂപ വരെ. അപ്പോൾ നമുക്ക് ഒരു കാർഡ് തരും. ആ കാർഡ് എടുത്തിട്ട് നമ്മൾ എല്ലാത്തിലും കയറാൻ പറ്റും. പിള്ളേർക്ക് കയറാൻ പറ്റുള്ളൂ. കയറിയിട്ട് 300 ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതിലെല്ലാം കയറിയിട്ട് ഈ കാർഡ് വരച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് പൈസ തന്നെ കട്ടായിക്കോളും. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതിനകത്തെല്ലാം കയറി ഇങ്ങനെ നടന്നു. എല്ലാം ഓൾമോസ്റ്റ് കണ്ടു എന്നൊക്കെ സംഭവം എന്നൊക്കെ. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. മുമ്പോട്ട് പോകുന്നവർ അങ്ങ് അറ്റം വരെ ഉണ്ട്. വലിയ മാളാണ്. പാർക്ക്, സ്നോ പാർക്ക്. അപ്പം ഞങ്ങളിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന്, കുറേ വർക്കേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരു രാവിലെ വന്ന് എല്ലാം ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ്. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ എല്ലാം കണ്ടു. ഇതാണ് ടിക്കറ്റ് റേറ്റ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഫസ്റ്റ് റൈഡ്, കുഞ്ഞാമ്മയ്ക്ക് ഓടിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ കയറി. നോനും ഉണ്ട് കൂടുതൽ. നോനും ഇപ്പോൾ ഇതാ സ്റ്റാർട്ടായി ഇപ്പോൾ വരും. സൈഡിൽ അതാ നിൽക്കുന്നു, അതാ. അപ്പം നോനും എടുത്ത് വന്നു. ഇനി ഞങ്ങൾ രണ്ടും കൂടിയാണ് ഡ്രൈവ്. ഭയങ്കര ഡ്രൈവിങ് ആണ് നോനും കേട്ടോ. നല്ല എക്സ്പേർട്ട് ഡ്രൈവറാവൻ. എവിടെയും തട്ടാണ്ട് മുട്ടാണ്ട് ഇടിപ്പിക്കാണ്ട്. ഞാൻ അവനെ ഇടിപ്പിക്കുകയൊക്കെ ചെയ്ത്, പക്ഷെ അവന് ഇടിപ്പിച്ചൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് അവൻ ഓടിച്ചു കേട്ടോ വണ്ടി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് റൈഡിൽ കയറി. എന്നിട്ട് ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇത് 1 മിനിറ്റ് 2 മിനിറ്റ് കണ്ടേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരെ ഇറക്കി. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ടായി. 2 മിനിറ്റ് തന്നെ ധാരാളമാണ്. പിന്നെ നമുക്ക് എല്ലാത്തിലും കയറാനുള്ള ടൈം കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും ഒന്ന് കയറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങി പോരുവാണ്. കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇല്ല, ഓടിക്കുകയാണോ? അവരവിടെ ഓഫ് ചെയ്ത് തരും. അപ്പം നമ്മൾ നിൽക്കും അവിടെ. നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കയറുന്നത്. ആ കുഞ്ഞാമ്മി ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കയറിയതാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള പരിപാടിക്കേ പോണത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സുഖം ഇങ്ങനെ ഓടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളും കുഞ്ഞു മനുഷ്യനായി മാറുവാണ്. ഈ കളിയെല്ലാം കാണുമ്പോഴത്തേനും നമ്മളും കുഞ്ഞു മക്കളെ പോലെ ആയി. അപ്പോൾ കുഞ്ഞാമ്മി ഇങ്ങനെ ഓടിക്കാൻ അവൾക്ക് അറിയത്തില്ലല്ലോ, അത്ര എക്സ്പീരിയൻസ് ആയില്ല. അവൾ അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ ഇരുന്നു. നോന് തന്നെയാണ് ഓടിക്കുന്നത്. ജോബിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു കയറിയേട്ടാ. പക്ഷെ പുള്ളിക്കാരന് എന്ത് പനിയുടെയൊക്കെ ജലദോഷമൊക്കെ ആയിരുന്നു. എൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ ജോബിച്ചേട്ടൻ.
ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയത്. 4-5 പേര്, വൈഫും ഉണ്ട്. ഞങ്ങൾ 5 പേരും കൂടി പോയത്. കുഞ്ഞാമ്മി, ഞാൻ, നോനു, ജോബിച്ചേട്ടൻ. അപ്പം ഞങ്ങളിങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് അങ്ങനെ വരുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനിയിപ്പം മഞ്ഞിനകത്ത് പോകുന്നൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കറങ്ങി അപ്പോൾ കുഞ്ഞാമ്മി കയറി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ച് കുഞ്ഞാമ്മിക്കൊരു ടൈമായി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അടുത്ത ഗെയിമിലേക്ക് എത്തി. അതിൽ നമ്മുടെ ക്യാരംസ് പോലത്തെ സംഭവമാണേ, പക്ഷെ അത് വർക്കാകുന്നില്ല. അപ്പോൾ അടുത്തതിലേക്ക് മാറും. അതിൽ ഇത് കാർഡ് വെച്ചിട്ട് സ്കാൻ ആയില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിൽ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോവുക. അടുത്ത സ്ഥലമല്ല, അടുത്ത ബോർഡിലേക്ക് മാറ്റും അവർ. ഇതിനൊക്കെ ഫീസ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 60 രൂപ ഒരാൾക്ക്. 2 പേര് കളിക്കുന്നതിന് 120 രൂപ അതിൽ പോകും. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അവരത് കളിച്ച് അങ്ങോട്ട് നടക്കുന്ന സമയത്ത് ഞാൻ അവലിയിലെല്ലാം പോയിട്ട് എന്നൊക്കെ ഉള്ളതെന്നെല്ലാം നോക്കിയിട്ട് വന്നു. ഒത്തിരി ഉണ്ട് കേട്ടോ കാണാൻ. പിള്ളേർക്ക് ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ട്. ഇതുണ്ടോ, കുറേ പരിപാടികളുണ്ട് കേട്ടോ. ബോളിംഗ് ഉണ്ട്. നല്ല ഭംഗിയാണ് അതിൻ്റെ ഉള്ളിലെ. നല്ല ലൈറ്റെല്ലാം കൊടുത്ത് നല്ല സെറ്റപ്പായിട്ടുള്ള പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഭയങ്കര സെറ്റപ്പാണ്. പക്ഷെ ഭയങ്കര പൈസ കേട്ടോ. ഭയങ്കര നമുക്ക് ആ പൈസയ്ക്ക് ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ മുതലാവത്തില്ല എന്ന് തോന്നുന്നു. അല്ല, ഈ ആകെ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടുള്ള ഗെയിം ഓവറാവും. അത് നമുക്ക് ഈ 60 രൂപ ഒരു കൊച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ, കുഞ്ഞാമിയൊക്കെ കുഞ്ഞില്ല, അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തേറെ കളിക്കാൻ പറ്റും. വെറുതെ പൈസ കളയാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പിള്ളേർക്കൊരു ടൈം പാസ്. കണ്ടോ, പെട്ടെന്ന് ഇത് കഴിയും. വീട് പിടിച്ചോണ്ടിരിച്ച് ലെങ്തായി പോയി. കുഞ്ഞാമ്മിക്ക് അറിയത്തില്ല, കുഞ്ഞാമ്മി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോനിച്ചേട്ടനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്പീഡിൽ കളിക്കാൻ പറഞ്ഞിട്ട് കുഞ്ഞാമ്മി ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ എവിടെയാണ് കോയിൻ ബോക്സ് കേട്ടോ. കുഞ്ഞാമ്മിയുടെ കയ്യിരിക്കുന്ന റൗണ്ട് കണ്ടോ, അവിടെയാണ്. പക്ഷെ കുഞ്ഞാമ്മി സ്പീഡിൽ കളിക്കാൻ തന്നെ ആയില്ല. പരിപാടി കഴിയും പെട്ടെന്ന് ഇപ്പം തന്നെ. ഓക്കെ, ഇതെല്ലാം വീണ് കഴിയുമ്പോഴത്തേനും ഗെയിം ഓവറായി. പിന്നെ നമുക്ക് ഒന്നും കൂടി ഒരു ചാൻസ് തരത്തില്ല. ഇപ്പം കഴിയത്. അതിൻ്റെ ഇടയ്ക്ക് അവൾ വന്ന് പിടിച്ചോണ്ട് ഇച്ചിരി മങ്ങിപ്പോയി. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം പോയാൽ നമുക്ക് ഒരു ദിവസം കാണാൻ മാത്രമുണ്ട് ഇതിനുള്ളിൽ. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പിള്ളേർ കളിച്ചു, പിള്ളേർ എൻജോയ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നോരോന്ന് എല്ലാത്തിലും പോയി. എല്ലാം അതിൽ എത്രണ്ണം ഉണ്ട് അതിലെല്ലാം പോയി. അന്നേരത്തേനും ഞങ്ങളുടെ ക്യാഷ് തീർന്നു, കാർഡിലെ ക്യാഷ് തീർന്നു. പിന്നെ റീചാർജ് ചെയ്യാൻ പോയില്ല. ഇതിപ്പോൾ ഏകദേശം കഴിഞ്ഞു, തീർന്നു. ഇനിയിപ്പോൾ നോക്കും, അതെല്ലാം പൊക്കി നോക്കും, ഈ കോയിൻ തിരിച്ച് വരുന്നുണ്ടോ എന്നൊക്കെ പൊക്കി നോക്കുന്നുണ്ട്. അവൾ വന്ന് പൊക്കി നോക്കും. അതതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളാണ്. അടുത്ത ഷൂട്ടിങ് ഇതിനുണ്ട് 80 രൂപ ഒരാൾക്ക്. 2 പേരാകുമ്പോൾ 160 രൂപ അതിനായി. ഒരാൾ ഇതിന് നിൽക്കുന്നതിന് 80 രൂപയാണ്. ഇതൊക്കെ വേറെ നഷ്ടമാണ്. 1 മിനിറ്റേ കളിയുള്ളൂ. 1 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. കുഞ്ഞാമ്മിക്ക് അത് എത്തുന്നു പോലുമില്ല. കുഞ്ഞാമ്മി ഏന്തി പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. നോനുവിന് പിന്നെ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവന് പറ്റുന്നുണ്ട്. ഇതാ ഞങ്ങളുടെ കാർഡ് പുള്ളിയുടെ കയ്യിലിരിക്കുന്ന കേട്ടോ. ഇതാണ് കാർഡ്. എൻ്റെ കയ്യിലേക്ക് തന്നത്. കുഞ്ഞാമ്മി എത്തിപ്പിടിച്ച് വലിക്കുന്നുണ്ട്. ഇതാണ് ഷൂട്ടിങ്. കുഴപ്പമില്ല, പിള്ളേർക്ക് നല്ല പിള്ളേർ എൻജോയ് ചെയ്തു. നമ്മൾ അവർക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ നിന്നു. കുഞ്ഞാമ്മി ഇങ്ങനെ ചുമ്മാ അതിലേലും കളിക്കുന്നേ ഉള്ളൂ കേട്ടോ. നോനുമാണ് വില്ലൻ. അവനല്ലാത്ത നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അത് ഇപ്പോൾ കഴിയാറാവും. ഇപ്പോൾ ടൈം ഔട്ടാവും. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടൈം ഔട്ട് ആവുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്കിരുന്ന് കാണാനുള്ള. ഇത് അടുത്ത പരിപാടിയിലേക്ക് വന്നു. ഇതാണ് റേസിങ്. ഇത് വെള്ളത്തിൽ കൂടെ പോകണതാണ്. ബോട്ട് റേസിംഗ് ആണ്. കുഞ്ഞാമ്മിക്ക് അതാ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അതിൽ കയറി.
നമ്മൾ നോൻചേട്ടൻ കാർ റേസിങ്ങിലാണ് കയറിയത്. അതാ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞാമിക്ക് അറിയത്തില്ല, എന്നാലും കുഞ്ഞാമിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞാമി ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞാമി നോക്കും എന്താ സംഭവിക്കുന്നത്. അതാ കുഞ്ഞാമി ഓണായി. ഇനി കുഞ്ഞാമിയാണ് ഡ്രൈവ് ചെയ്ത് പോവാണ്. പക്ഷെ കുറേയൊക്കെ അവൾ ഓടിച്ചു കേട്ടോ, നല്ല ഇതായിട്ട് അവൾ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ എവിടെയെങ്കിലും പോയി ഇടിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അന്നേരം തന്നെ അവൾ വെട്ടിച്ച് മാറ്റിച്ച് എല്ലാം സെറ്റപ്പ് ആക്കുന്നുണ്ട്. അവൾ മെഡിക്കായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതാ നോൻ ചേട്ടൻ്റെ പരിപാടി. നോൻ ചേട്ടൻ റേസിങ് ആണ്. പക്ഷെ അങ്ങനെ നോക്കുന്നുണ്ട്, ഏതാ വേണ്ടതെന്ന് നോക്കിയിരിക്കും. അതാ കാണിച്ചു കൊടുത്ത്. എന്നിട്ട് അതിനടുത്ത പരിപാടിയാണ്. സ്റ്റാർട്ടായില്ല, നോൻചേട്ടൻ്റെ സ്റ്റാർട്ടായില്ല. ഇപ്പം സ്റ്റാർട്ടാവും. നോൻചേട്ടനും അതാ ഇപ്പോൾ ആവും. ടൈം തുടങ്ങി. എൻ്റെ ഇടയ്ക്ക് ജോയിച്ചേട്ടൻ എന്താ കമൻറ്റ് പറഞ്ഞപ്പോൾ ജോയിച്ചേട്ടനെ നോക്കിയതാ അവസാനം. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. പിള്ളേർ എൻജോയ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നിൽക്കാനായാലും ഒത്തിരി രസമുണ്ടായിരുന്നു. കാർ റേസിംഗ് ആണ്, കുഞ്ഞാമ്മയുടെ ബോട്ട് റേസിംഗ് ആണ്. കുഞ്ഞാമ്മ എവിടെ എത്തിപ്പെടുന്നില്ലെന്ന് തോന്നുന്നു, ഇതിലേക്ക് ഇടിച്ച് കയറുന്നുണ്ട്. കണ്ട് ഇടിച്ച് മറിഞ്ഞ് കയറിപ്പോകുന്നുണ്ട്. അയിലെല്ലാം ഇടിച്ച് കയറുന്നുണ്ട്. വെള്ളത്തിൽ കൂടെ ഒന്നല്ല പോണത്. കുഞ്ഞാമ്മ ചുമ്മാ സ്റ്റിയറിങ് പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ അവൾ ബാലൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് പറ്റീര് കളിപ്പീരും ഒക്കെയാണ് ഉള്ളത്. കാരണം നമ്മൾ പിടിക്കുന്നിടത്തൊന്നും താനെ നിൽക്കുമല്ല. അത് പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറേയൊക്കെ ഇവർ ഉടായ്പ പരിപാടിയുണ്ട് കേട്ടോ. കാർഡ് വെച്ചിട്ട് 2-3 പ്രാവശ്യമൊക്കെ പഞ്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവർ പഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഇതാക്കി കാണിക്കുന്നുണ്ട്. പക്ഷെ ബാലൻസ് നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രം. അടുത്ത ഇനിയിപ്പോൾ സ്കൂട്ടറിലുള്ള പരിപാടിയാണ്. ഇനി അത് കഴിഞ്ഞു, ഇനി അടുത്ത സ്കൂട്ടർ പരിപാടി. ഇതിന് 80 രൂപയാണ് കേട്ടോ ഒരു സ്കൂട്ടറിൽ കയറുന്നതിന്. ബൈക്ക് റേസിങ് അതൊക്കെ ഇടിച്ച് പറത്തിയാണ് പോണത്. ഇതിലേക്കോ റോഡേ കൂടി ഒന്നല്ല പോണത്, ഇതിലേക്കോ പറന്നടിച്ച് വിടുവാണ്. നല്ല രസമാണ്. പക്ഷെ എന്തായാലും കുഞ്ഞാമ്മ എൻജോയ് ചെയ്തു കേട്ടോ. നോൻ ചേട്ടനും ഉണ്ട്, നോനും ഉണ്ട്. നോനും ബൈക്ക് റേസിങ്ങിലാണ്. അപ്പുറത്ത് നോൻ ചേട്ടനും കയറിയിട്ടുണ്ട്. പെട്ടെന്ന് കഴിയുന്നു. 1 മിനിറ്റൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് 80 രൂപ കൊടുത്ത് കഴിയുമ്പോൾ നഷ്ടം. അത് 1 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഗെയിം ഓവറാവും. 5 മിനിറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് ആ പൈസയ്ക്ക് മുതലാവത്തുള്ളൂ. ഇപ്പം നമ്മൾ ചുമ്മാ കയറിയിരുന്ന് 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞ്. അതാണ് പ്രശ്നം. എന്നാലും 1 മിനിറ്റ് ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ കാശല്ലേ. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോരും. ഇനി പിന്നെ ഒന്നും കൂടി ചെയ്യണമെങ്കിൽ പിന്നെ രണ്ടാമത് പഞ്ച് ചെയ്യണം. അപ്പോൾ 1 മിനിറ്റ് കിട്ടും. അതുകൊണ്ട് പൈസ ഭയങ്കര കൂടുതലാണ് അവിടെ. ബാക്കിയുള്ള സെറ്റപ്പ് എല്ലാം അടിപൊളിയാണ്. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ നല്ല ഇതാണ്. പക്ഷെ വലിയ ഏരിയ കേട്ടോ, ഒത്തിരി ഏരിയ ഉണ്ട്. 360 ഗെയിംസ് ഉണ്ട് അതിനകത്ത്. അതിൽ നമുക്ക് എല്ലാത്തിലും വേണം കയറാം. അതിൻ്റെ ടിക്കറ്റ് ചാർജ് വന്നിട്ട് നമുക്ക് 10,000 രൂപ മുതൽ 750 രൂപ വരെ ഉണ്ട്. എന്നിട്ട് അപ്പം നമ്മുടെ ബാലൻസ് കാർഡിൽ കിടന്ന് നമുക്ക് എപ്പോൾ വേണേലും പോയിട്ട് അതിൽ കയറാൻ പറ്റും. നമുക്ക് രണ്ടാമത് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ കാർഡ് ഉണ്ടെങ്കിൽ, കാർഡിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കാർഡ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എപ്പോൾ വേണേലും പോവാം. ടൈം ഔട്ടായി കഴിഞ്ഞു, ആ ഗെയിമും കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി, ഇനി നോൻ ചേട്ടൻ്റെ പരിപാടിയാണ്. നോൻ ചേട്ടൻ വെള്ളത്തിലാണോ? വെള്ളത്തിലുള്ള ബോട്ട് റേസിങ് അല്ല, കാർ റേസിങ് തന്നെയാണ്. സോറി, ബൈക്ക് റേസിങ് ആണ്. അവനെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. രണ്ടുപേരും എൻജോയ് ചെയ്തു. ഇവരെ ഇനി വാട്ടർ പാർക്കിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോയതാണ് ഞങ്ങൾ സ്നോമാളിലേക്ക്.
സ്നോ പാർക്കിലേക്ക്. രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഗെയിം വന്നു. ഇതാണ് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് പിടിപ്പിക്കുന്ന സംഭവമാണ്. പക്ഷേ ഇത് ഇവിടുത്തെ ലാസ്റ്റ് ഗെയിമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് വെറുതെ ഞാൻ പിടിച്ചു നോക്കിയത്, പക്ഷെ കിട്ടിയില്ല. 100 രൂപ ഒന്നിന്. പക്ഷേ പെട്ടെന്ന് അത് സ്ലിപ്പായി പോവുക. നമുക്കങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല ആ സംഭവം. 2 എണ്ണത്തിൽ നോക്കി, 2 എണ്ണത്തിലും പറ്റിയില്ല. ഇത് വെറുതെ പൊളിയായിപ്പോയി. കളിക്കാനും പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരു എൻജോയ്മെൻറ്റ് അത്ര തന്നെ. നന്നായിട്ടുണ്ടായിരുന്നു. പരിപാടിയെല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പോൾ പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ട്, എക്സാം കഴിഞ്ഞ് വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർക്കൊരു ടൂർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയതാണ്. ഗ്രേറ്റർ നോയിഡയാണ് ഈ സംഭവം ഉള്ളത്. സ്നോ പാർക്ക് എന്നാണ് പറയുക. ഒത്തിരി ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ. പിള്ളേരെ കൊണ്ടൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ അതിൻ്റെ ഉള്ളിൽ. നമുക്ക് പോയാൽ മടുപ്പ് തോന്നും, പിള്ളേർ എൻജോയ് ചെയ്യും. പിന്നെ ഇവരുടെ കൂടെ നിന്നങ്ങ് കളിക്കുവാണെങ്കിൽ നമ്മളും പിള്ളേരാവണം അതിനകത്ത് കയറി കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഒരു കീ ഇടുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ആ കീ ഇടുന്ന സംഭവത്തിൽ ഇട്ട് നോക്കിയിട്ട് കീ കറക്റ്റ് അതിൽ കയറി കഴിയുമ്പോഴത്തേനും നമ്മൾ ഏതിലാണോ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് കയറി കഴിയുമ്പോഴത്തേനും ആ സാധനം കിട്ടും. പക്ഷേ ജസ്റ്റ് ടച്ചായി കഴിഞ്ഞാൽ പോയി. ഞാൻ പിടിച്ചിട്ടുണ്ട്, ഞാനാ ചെയ്യുന്നത് കേട്ടോ. എടുത്ത് പൊക്കി വന്നപ്പോഴത്തേനും സംഭവം താഴെ പോയി. അതുകൊണ്ട് അതങ്ങനെ മിസ്സായി. എന്നോനും എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു, സഞ്ജു അങ്കിളാണ് കളഞ്ഞതെന്നും പറഞ്ഞിട്ട്. ഇതാണ് കീ ഇടുന്നത് കേട്ടോ, കീ ഹോള്. ഇത് കണ്ടോ, അതിനുള്ളിലേക്ക് നമ്മളൊരു കീ ഉണ്ട്, അത് ഇതിൽ ടച്ച് ചെയ്യാണ്ട് ഇടണം. പക്ഷേ അത് എവിടെയും ശകലം ടച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷൂട്ട് പോലത്തെ സംഭവം, ഈ പൊന്തി വരുന്ന സാധനമാണ് കേട്ടോ. നമ്മളത് കറക്റ്റ് ആ ഹോളിലേക്ക് കയറ്റി വിടുവാണെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടും. എവിടെയെങ്കിലും മുട്ടിപ്പോയാൽ തീർന്നു, ടച്ചായി പോയി, വെറുതെ പൈസ പോയി, 100 രൂപ വെറുതെ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ കാർഡിൻ്റെ ബാലൻസ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നെ ചെയ്തു, അവിടെ നിന്ന് തിരിഞ്ഞു. അപ്പോൾ ഇതൊക്കെ അവിടെയുള്ള ആൾക്കാരെ ഹെൽപ്പേഴ്സാണ് കേട്ടോ. നമ്മളോട് നല്ല സഹകരണമാണ്. കാരണം നമ്മുടെ പൈസയാണല്ലോ അവർ മേടിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നമ്മളോട് നന്നായിട്ട് സഹകരിച്ചല്ലേ പറ്റുള്ളൂ. അവർ നന്നായിട്ട് സഹകരിച്ച് എല്ലാം നല്ല ഭംഗി ചെയ്ത് തന്നായിരുന്നു കേട്ടോ. പക്ഷെ നൂനൂനൊക്കെ നിരാശയായി, കിട്ടാത്തതുകൊണ്ട്. കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് ആശാൻ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറി. ഇനിയാണ് ഞങ്ങൾ മഞ്ഞിലേക്ക് പോവുക. മഞ്ഞിലേക്ക് ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ. ഇവിടെ 12:30 തുറക്കുള്ളൂ പറഞ്ഞു. ഞങ്ങൾ വന്ന് അവിടെ നിന്ന് കുറേ നേരം ഇരുന്നു. ടിക്കറ്റെല്ലാം എടുത്ത്. ഒരാൾക്ക് ഇവിടെ ഭയങ്കര പൈസ കേട്ടോ. ഒരാൾക്ക് 1000 രൂപ. 1000 രൂപയുടെ മുതലില്ല ഇതിനുള്ളിൽ. കൊച്ചിനായാലും 3 വയസ്സ് 3 ഇയർ എബോയ്ക്കുള്ള എല്ലാ പിള്ളേർക്കായാലും ആർക്കായാലും 1000 രൂപയാണ്. പക്ഷേ കുഞ്ഞു പിള്ളേർക്ക് ഒരു 5 വയസ്സ് താഴെപ്പെട്ടുള്ളവർക്കൊന്നും ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരൊക്കെ അത്രയല്ലേ കളിക്കുള്ളൂ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. ഇവിടെ നമ്മൾ കയറി, ഇവിടെയാണ് ചെരുപ്പ്, നമുക്ക് ബൂട്ടെല്ലാം കിട്ടും, ജാക്കറ്റ്, എല്ലാ സംഭവം നമുക്ക് തരും കേട്ടോ. നമ്മളിവിടെ ടിക്കറ്റ് കാണിക്കണം. ടിക്കറ്റ് കാണിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ജാക്കറ്റ് തരും, ഷൂ തരും, എല്ലാം തരും. ജാക്കറ്റെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ജോയിച്ചേട്ടൻ എന്നെ ചെയ്തിട്ടും വരത്തില്ലായിരുന്നു. ജോയിച്ചേട്ടന് ഞാൻ പുള്ളിക്കാരന് ചെറിയ പനിയുടെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ആ പനിയുടെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരന് വരാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ എൻ്റെ നിർബന്ധത്തിൽ പുള്ളി വന്നതാണ്. ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറി, ഷൂ എല്ലാം ഇട്ട് അടിപൊളിയായി കേട്ടോ. ജാക്കറ്റെല്ലാം ഇട്ട് സെറ്റായി. നമ്മൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറും. ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഞങ്ങൾ അകത്ത് കയറും.
അകത്ത് കയറി ഗ്ലൗസ് എല്ലാം ഇടാനുണ്ട്. ഇവിടുന്ന് ഷൂവും ഈ ജാക്കറ്റും കിട്ടും. അത് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ജാക്കറ്റെല്ലാം ഇട്ടിട്ട് വേണം അകത്തേക്ക് വിടുള്ളൂ. ഭയങ്കര തണുപ്പാട്ടോ. മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസാണ് അതിൻ്റെ ഉള്ളിൽ ഫുള്ള്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഫ്രീസ് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഐസ് ക്യൂബ് ഇട്ട് ഇതാണ് അതിൻ്റെ ഉള്ളിലേക്കാണ് കയറേണ്ടത്. അതാ കയറി. ഇതാണ് മഞ്ഞ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇവിടെയെല്ലാം ഫുള്ള് മഞ്ഞാട്ടോ. മഞ്ഞ് പിന്നെ ഐസാണ് ഫുള്ളുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് എല്ലാവരും പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്താ ഇവിടെ അല്ല സോറി, ഇത് നമ്മുടെ ഇതാണ് ഗ്ലൗസ് ഇടുവാണ് ഇവിടുന്ന്. അത് കഴിഞ്ഞിട്ട് ഇനിയാണ് ശരിക്കും മഞ്ഞിലേക്ക് കയറുന്നത്. ഇവിടെയൊക്കെ ഐസാണ്, എന്നാലും ഇത്രയും ഇവിടെ നമ്മൾ ഡ്രസ്സ് മാറുന്ന ഇതായതുകൊണ്ട് അത്രയും മഞ്ഞൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് ഇനിയിപ്പം കയറും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവർ ക്രമീകരിച്ചേക്കുന്ന സംഭവം അടിപൊളിയാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാ മഞ്ഞിലെത്തി. ഇതാണ് ഐസാണ് ഫുള്ള് കിടക്കുന്നത്. ഐസ് ക്യൂബ് എല്ലാം അവിടെ കിടക്കുന്ന കാണാം കേട്ടോ. അവരത് പൊടിച്ചിടുവാന്ന് തോന്നുന്നു ഐസ് അതിൻ്റെ അകത്ത്. ഐസ് ക്യൂബ് അതാ സൈഡിൽ ഐസ് ക്യൂബ് അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ഫ്രീസായിട്ടുള്ള നമ്മൾ കയറി കുറച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കാലൊക്കെ നന്നായിട്ട് മരച്ച് വേദന എടുക്കാൻ തുടങ്ങിയായിരുന്നു. ഇപ്പം അമ്മയും മോളും കൂടിയാണ് കളി. നീ ഗുഹയ്ക്കകത്ത് കയറാൻ പറയും. കുഞ്ഞാമ്മയ്ക്ക് കയറാൻ ഒറ്റയ്ക്ക് പോകാൻ പേടി. പിന്നെ നോനു വന്നു കഴിയുമ്പോൾ നോനുവിൻ്റെ പുറകെ പോകുന്നത്. പക്ഷെ കുഞ്ഞാമ്മയൊക്കെ നന്നായിട്ട് അതിനകത്ത് കിടന്ന് എൻജോയ് ചെയ്ത്. നല്ല രസമുണ്ട്. അതിൻ്റെ അകത്ത് നിൽക്കാൻ നല്ല സുഖമാണ്. നല്ല ഫ്രീസായിട്ട് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ജോയിച്ചേട്ടന് പനിയുള്ളതുകൊണ്ടാണ് ജോയിച്ചേട്ടൻ മാറി മാറി നിന്നത്. ധനുവിനും ഇപ്പം അതിനകത്ത് കയറും, പുറകെ കുഞ്ഞാമ്മി കയറും. ഇപ്പം അങ്ങനെ ഇതാ കയറി ആശാൻ കയറി. പുറകെ ഇപ്പോൾ ഇതാ ആശാത്തി പോവും. അവൻ എന്ത് ചെയ്യുന്നോ അവൻ്റെ പുറകെ നടക്കുവാണ് കുഞ്ഞാമ്മി. ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. പക്ഷെ അവനുള്ളതുകൊണ്ട് അവൾ മാക്സിമം അവൻ്റെ കൂടെ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ ഉള്ളവരെടുത്ത്. അടിപൊളിയായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗി. അതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് അതെല്ലാം ഐസിൻ്റെ ഇതാണ് നിൽക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഐസാണ്. നല്ല ഐസായിട്ടാണ് നിൽക്കുന്നത്. ജോയിച്ചേട്ടന് മാത്രം ഇങ്ങനെ ഒന്നിനും നിൽക്കാണ്ട് ഒന്നിനും കയറാണ്ട് പുള്ളി മാറി ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ കുറേ പറഞ്ഞു ചേട്ടാ കയറ് നിൽക്ക് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ഒന്നിനും സമ്മതിക്കുന്നില്ല. അവർ 3 പേരും കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. കുഞ്ഞാമ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുഞ്ഞാമ്മി ഒരു മഞ്ഞ് ഇതെല്ലാം കൂടെ ഐസ് വാരി എറിയുവാണ്. ഐസ് വാരി എറിഞ്ഞ് കളിക്കലാണ്. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയപ്പോൾ അവർ ഇനി ഇതിൽ കിടന്നുകൊണ്ടൊരു വരവ് വരും. ആ സൈഡിൽ സ്ലൈഡിങ് ഉണ്ട്, അതിൽ ഒരു വരവ് വരും. ഇവർ നോനും ആദ്യമേ കയറി. അത് കഴിഞ്ഞ് കുഞ്ഞാമ്മി കയറി. ഞാനപ്പോൾ കുഞ്ഞാമ്മിയും കൂടെ കയറിയല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷേ ട്രൈ ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വരാൻ വേണ്ടിയിട്ട് ഇപ്പം നോന് വരും കേട്ടോ. നോന് വരുന്ന കാണാം. കുഞ്ഞാമ്മിക്കുള്ള മാറ്റം കൊണ്ട് പോകുന്നുണ്ട്. നോനുവിനെ പിടിച്ച് കിടത്തി. നോനിപ്പോൾ അവിടെ കിടക്കും. ഇത് നല്ല സഹകരണം കേട്ടോ. അതിലെ സ്റ്റാഫൊക്കെ നമ്മളോട് ഒത്തിരി നന്നായിട്ട് സഹകരിക്കും. നോന് കിടന്നു. ഒരു വരവാണ് കണ്ടോ. നല്ല ഭംഗിയിട്ട് ഷൂ എന്ന് പറഞ്ഞ് പോരും. ഇതിങ്ങനെ കണ്ടപ്പം എനിക്കൊരു മോഹം തോന്നി. ഞാനും ഒന്ന് കയറി നോക്കി. പക്ഷെ ഞാൻ കയറിയത് എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി. ഒരു കുഞ്ഞാമ്മി കൂടെ വന്നപ്പോഴാണ് എനിക്ക് ധൈര്യം ഒന്ന് കയറണമെന്ന് തോന്നിയത്. പക്ഷെ അവൾ വരുമ്പോൾ ആ സ്പീഡിൽ വരുമ്പോഴത്തേനും ഒരു പേടി തോന്നും. അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. ഇടിക്കുക തട്ടും മുട്ടൊന്നുമില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാ കുഞ്ഞാമ്മി വരുന്നുണ്ടോ. അടിപൊളി. കുഞ്ഞാമ്മിക്കൊരു പേടിയില്ല. കുഞ്ഞാമ്മി അടിച്ചു പൊളിച്ചിങ്ങ് പോന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിനി പോവും. എൻ്റെ ഊഴാണ്.
അയാൾ പൊക്കി വിടുന്നുണ്ട് അവിടുന്ന്. അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങ് പോകുന്നു. തെന്നി വീണിട്ട് നോക്കി വന്നിട്ട് ഇതാ കാല് തെന്നി പോണു. നല്ല രസമുണ്ടായിരുന്നു വന്നത്. ജോയിച്ചേട്ടനോട് കയറാൻ പറഞ്ഞു. ജോയിച്ചേട്ടൻ പറഞ്ഞു ഇല്ല, കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നോനുവിൻ്റെ ഗ്ലൗസ് താഴെ പോയത് അതെടുത്ത് പുള്ളിക്കാരൻ കൈ പിടിച്ചിട്ടുണ്ട്. ചേച്ചിമാരെല്ലാം നല്ല സഹകരണമായിരുന്നു കേട്ടോ. അവർ നമ്മളോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതാ ഇനി കൊട്ട സവാരിയാണ്, കൊട്ട സവാരി. കുഞ്ഞാമ്മിക്ക് എല്ലാത്തിലും കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. പേടിയൊന്നും ഇല്ലാത്ത ആളാണ് കുഞ്ഞാമ്മി. പക്ഷെ നോനുവിന് ഭയങ്കര പേടിയാണ്. കയറ്റിയിരുത്തി അതിലിങ്ങനെ പിടിച്ച് രണ്ടുപേരെയും കൂടെ പിടിപ്പിച്ച് കുഞ്ഞാമ്മിയുടെ കൊട്ടയെ പിടിപ്പിച്ച് കുഞ്ഞാമ്മീനെ അതിൽ അവൻ്റെ കൊട്ടയെ പിടിപ്പിച്ച് എന്നിട്ട് ഇനി ഒരു വിടലാണ്. അതാ പോയി ഇടിച്ചു മാറിന് പോയി. അതാ പോന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പൈസ കൂടുതലെന്നുള്ള ഒരു പ്രശ്നമുള്ള, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്രയൊന്നും 1000 രൂപയുടെ ഒന്നുമില്ല. പിള്ളേർക്കുള്ള 1000 രൂപയൊന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ ഒത്തിരി കൂടുതലാണ്. അതിനുള്ള ഇല്ല, ഇത്രയും ഏരിയ ഉള്ളൂ. ഈ ഏരിയയിൽ നടത്തുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതൊക്കെ കുറച്ച് കൂടുതലാണ്. കാരണം പിള്ളേരൊക്കെ അത്രയല്ലേ ചെയ്യുള്ളൂ. മടുക്കും പെട്ടെന്ന്. പിന്നെ ഐസല്ലേ, അതിൻ്റെ അകത്ത് നെയ്യുമ്പോഴത്തേനും പിള്ളേർ മടുത്ത് ബുദ്ധിമുട്ടും. എന്നിട്ട് അടുത്ത് ഇനി ഓരോന്നിൽ ഞങ്ങൾ കയറും. ഇനി അവിടെ കുറേ ഫോട്ടോഷൂട്ട് ഉണ്ട്. അതിൽ ഇലയെല്ലാം ഇരുന്നിട്ട് ഫോട്ടോ എടുക്കൽ. ഇനി ഇതിൽ കയറെ പിടിച്ച് കയറുന്ന പരിപാടിയുണ്ട്. അടുത്ത ഇതാണ് കയറെ പിടിച്ച് കയറി. നോനും ആദ്യം കയറിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിക്ടോറിയ രാജ്ഞി കയറി പോകണം. ഇനിയിപ്പോൾ കുഞ്ഞാമ്മിക്കും കയറണമെന്നുണ്ട്. പക്ഷേ കുഞ്ഞാമ്മിക്ക് അങ്ങനെ പിടിച്ച് കയറ്റാൻ അവൾക്ക് അത്രയും ബാലൻസ് ആവാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു രീതിയിൽ പിടിച്ച് കയറ്റി. എന്തായാലും അവരുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് കുഞ്ഞാമ്മീനെ കയറ്റി വിടും. ഇല്ല, നോന് ആദ്യമേ. അത് കഴിഞ്ഞ് നോന് കയറുന്ന കേട്ടോ. നോന് കയറുന്നുണ്ട്. കുഞ്ഞാമ്മി വെയിറ്റിങ്ങിലാണ്. അവനും കയറാൻ പറ്റുന്നില്ല. അവനും ഭയങ്കര കഷ്ടപ്പെട്ട് കയറുന്നത്. അപ്പോൾ കുഞ്ഞാമ്മിയുടെ കാര്യം പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അതാ അവൻ വീഴാൻ തുടങ്ങി. കയറി അങ്ങനെ അവസാനം അവിടെ കയറി എത്തിപ്പെട്ട്. ഇനിയിപ്പോൾ കുഞ്ഞാമ്മീനെ ഇനി തള്ളി കയറ്റി വിടണം. കയറിക്കോളും കേട്ടോ. അവളും എണീറ്റ് നടന്ന് കയറാൻ പറഞ്ഞ അവൾ കയറിയല്ല, അവൾ മുട്ട വലിഞ്ഞാ കയറിയത്. ആ ചേച്ചി കയറി പോകുന്നുണ്ട് കണ്ടോ. വലിഞ്ഞ് കയറുവാണ്, മുട്ട വലിഞ്ഞ് കയറുവാണ്. ഒരു കൈ അവിടെയെല്ലാം കുത്തി, ഒരു കയറെ പിടിച്ച്. എനിക്ക് പേടിയായിരുന്നു കേട്ടോ. സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ കൈ വിട്ടു പോയാൽ താഴെ വന്ന് നടക്കും. താടിയൊക്കെ ഇടിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. പിന്നെ എങ്ങനെയൊക്കെ ആശാത്തി പിടിച്ച് കയറി. തെന്നി പോരുന്നുണ്ടായിരുന്നു. എങ്കിലും പിടിച്ച് മേലെ എത്തിച്ചു. പിന്നെ അവർ രണ്ടുപേരും കൂടെ പിടിച്ച് മേലെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വന്ന് ഇനിയൊരു റാമ്പേ കൂടെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നിട്ട് മേലോട്ട് കയറി വരും കേട്ടോ. അതിലിറങ്ങി താഴേക്ക് പോകും. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ഇതിൽ കൂടെ മേലോട്ട് കയറി വരുന്നുണ്ട്. അതിൽ കയറി വന്നു കഴിയുമ്പോഴത്തേനും ഒരു റാമ്പ്, അത് ഇങ്ങനെ പലയൊക്കെ അടുക്കിയിട്ടുള്ളൊരു സംഭവമാണ്. കയറെ തൂക്കിയിട്ടേക്കുന്നത്. അതേ കൂടെ നടന്ന ഒരു ബ്രിഡ്ജ്, ഓവർ ബ്രിഡ്ജ്, നമ്മളെ കമ്പിപ്പാലം എന്നൊക്കെ പറയുന്ന പോലെ. അതൊരു ഫ്ലോറിന് മേലെ കേട്ടോ. മേലെ കൂടിയാണ് കെട്ടിയേക്കുന്നത്. ഇതാണ് സംഭവം. അവൻ ഓടി പോകുന്നുണ്ട്.
അടുത്ത കുഞ്ഞാമീനെ ഓടിക്കുന്നുണ്ട്. കുഞ്ഞാമി ഓടി. എല്ലാവരും പോവും, ജോയിച്ചേട്ടനും പോവും. ഇതിൽ മാത്രമേ ജോയിച്ചേട്ടൻ കയറിയിട്ടുള്ളൂ കേട്ടോ. ജോയിച്ചേട്ടന് വയ്യാത്തതുകൊണ്ടാണ്. പുള്ളി ഇങ്ങനെ പേടിച്ച് വിറച്ച് വയ്യാണ്ട് നടന്നു പോവുകയത്. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ. എന്നിട്ട് അതിൻ്റെ താഴേക്ക് ഇറങ്ങി വന്നു. താഴേക്ക് ഇറങ്ങി വന്ന് അവിടെ ഡാൻസ് കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ അവിടെ വർക്കിംഗ് അല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിലേക്ക് വർക്കിംഗ് എന്തൊക്കെയോ ഉള്ളതാണ്, അതെല്ലാം ഓഫായിട്ട് കിടക്കുവാണ്. എന്താ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഡാൻസ് കളിക്കുന്ന സ്ഥലമുണ്ട്, എൻജോയ്മെൻറ്റ് ചെയ്യാൻ പിള്ളേർക്ക്. പാട്ടെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഗുഹയിൽ കൂടെ ഇങ്ങനെ കയറി വരാം. ഉണ്ടോ, അടിപൊളി ഗുഹയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ വിക്രസിൻ്റെ അകത്ത് കിടന്നിട്ടും മഞ്ഞിനകത്ത് കിടന്നിട്ട് ഐസിനകത്ത് കിടന്നിട്ട് കുറേ ഡാൻസ് പരിപാടിയുണ്ട്. കുഞ്ഞാമ്മിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കുഞ്ഞാമ്മി ഇങ്ങനെ പരവരാന്ന് ഓടി നടക്കുവാണ്. ഒന്നും തൃപ്തി വരുന്നില്ല. അത് അത്തേ കയറുമ്പോൾ അത് പോരാ, ഇത്തേ കയറുമ്പോൾ ഇത് പോരാന്നും പറഞ്ഞിട്ട് കുഞ്ഞാമ്മി അതിലും ഇതിലെല്ലാം ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാമ്മി ഇങ്ങനെ ഇനി അടുത്ത് എന്തോ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടി ഇരുന്ന് ഫോട്ടോ എടുക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോബിച്ചേട്ടനെ നോക്കി എവിടെയുള്ളതെന്ന്. ജോബിച്ചേട്ടൻ അത് ആ മൂലയ്ക്ക് കണ്ടിരിക്കുന്നത്. പുള്ളിക്കാരന് വയ്യ, പനിയുടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അധികം എൻജോയ് ചെയ്തില്ല. പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ട് വന്നതാ ആശാൻ. പിന്നെ കുറേ പേര് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, അവിടുന്ന് ഐസ് ഇതാക്കി വിടുന്നുണ്ടോ. ഒരു വാൾവിക്കൂടെ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ഐസ് ഇങ്ങനെ തെറിക്കും. നമ്മുടെ മേത്തെല്ലാം കണ്ണേലും മുഖത്തെല്ലാം ഇങ്ങനെ ഐസ് കട്ട വീണ പോലെ ഇങ്ങനെ കിടക്കുന്ന കാണാം. നല്ല എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു, നല്ല സുഖം തോന്നിയായിരുന്നു. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയകളില്ല, ആക്ടിവിറ്റി അതിൻ്റെ അത് കുറവാണ്. ആകെ 1-2 ആക്ടിവിറ്റീസേ ഉള്ളൂ. കുറേ ഏരിയ ഉണ്ടായിരുന്നു, ഏരിയ കുറവാണ്. ആ ഏരിയ ഉണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിൻ്റെ മാത്രം ഒരു കുറവേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കിടന്ന് ഉരുളാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത്. കുഞ്ഞാമ്മി ഭയങ്കരമായിട്ട് പരിപാടി കണ്ട. കുഞ്ഞാമ്മിക്ക് ഭയങ്കര സ്വർഗം കിട്ടിയ പോലെ ആയിപ്പോയി. എൻജോയ് ചെയ്തു. പക്ഷേ ഇറങ്ങിപ്പോരാൻ ഭയങ്കര മടിയായിരുന്നു കുഞ്ഞാമ്മിക്ക്. കുറച്ച് നേരം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ 1 hour ടൈമുള്ളൂ കേട്ടോ. 1 hour നമ്മൾ 1 hour കൂടുതൽ എടുത്തു അതിനകത്ത്. ഐസ് എയറാണ്. എൻ്റെ മേത്തേക്കും കുറേ വാരി അറിയുന്നുണ്ട്. രണ്ടാളും എന്നെ എങ്ങനെ ഓടിക്കാമെന്നായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പം അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടെ അങ്ങോട്ട് പോകും. അത് മഞ്ഞേറാണ്. ഇനിയിപ്പോൾ ഇവരുടെ 3 പേരുടെയും താണ്ഡവമാണ് ഇനി കുറച്ച് നേരത്തേക്ക്. അവർ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സൈഡ് പറ്റി നിന്നു. നമ്മൾ ഈ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് അത് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വീഡിയോ പിടിച്ചുകൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങനെ എൻജോയ് ചെയ്തില്ല. എന്നാലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. പറ്റുന്ന ഗ്യാപ്പിൽ നമ്മൾ എൻജോയ് ചെയ്തു. എന്നിട്ട് ഇനി അവരുടെ കളിയാണ്, കുഞ്ഞാമ്മയുടെയും നോനുവിൻ്റെയും കളികളാണ് ഇതിൻ്റെ അകത്ത്. അവിടുന്ന് മേലെ നിന്ന് ഇങ്ങനെ ഐസ് തെറിപ്പിക്കുന്നുള്ളതുകൊണ്ട് ഐസ് ഇങ്ങനെ തെറിപ്പിക്കുന്നുണ്ട്.
അതാ ഇനിയിപ്പോൾ എൻ്റെ ക്യാമറ വൈഫ് മേടിച്ചുകൊണ്ട് ഞാനും അവരുടെ കൂടെ കുറച്ച് നേരം കളിച്ചു. അവരുടെ മുഖത്ത് വീണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവരുമായിട്ട് എൻജോയ് ചെയ്ത്. കുറേ നേരം ഞങ്ങൾ 3 പേരും കൂടെ കളിച്ചു. നല്ല രസമാണ്. പക്ഷെ കൈയൊക്കെ ഇങ്ങനെ നല്ല വേദനയായിരുന്നു കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. നമ്മൾ റബ്ബർ ബൂട്ട് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്രയും നേരം നമ്മൾ ഐസിൽ നിൽക്കുന്നതുകൊണ്ട് കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞുമഴ പെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അടിയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കളിക്കുന്നത്. ഇനിയിപ്പോൾ അവൻ എൻ്റെ മേത്ത് മഞ്ഞ് വാരിയിടലാണ്, ഐസ് വാരിയിടലാണ്. ഇനി അത് കഴിഞ്ഞ് കുഞ്ഞാമ്മി വന്നിട്ട് എൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് ഉള്ള പരിപാടിയാണ്. അതാ ഞാൻ എവിടെയെങ്കിലും ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞാമ്മയുടെ പരിപാടി ഇതാണ്, ഉരുണ്ട് വീണവള്. അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് അവിടെയും കഴിയാറായി. ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് പോരാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് പരിപാടി. അങ്ങനെ സ്നോ പാർക്കിൽ പോയി ഒരു ദിവസം സൺഡേ ഫുൾ എൻജോയ് ചെയ്തു. കുഞ്ഞാമ്മിയോടൊക്കെ പറയുന്നുണ്ട് നിർത്ത് പോകാം, സമയമായെന്ന് പറഞ്ഞിട്ടൊന്നും കുഞ്ഞാമ്മി നിർത്തുന്ന ഒരു പരിപാടിയില്ല. കുറേ നേരം അവിടെ കണ്ട് മഞ്ഞുമഴയ്ക്കകത്ത് നിന്നിട്ട് അങ്ങനെ കാണാൻ പറ്റാത്ത രീതിയായി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഡാൻസ് കളിക്കുന്നിടത്തേക്ക് എത്തി. അവിടെ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ അകത്ത് കിടന്ന് കുറച്ച് നേരം തുള്ളി. അതാ രണ്ടാളും കൂടെ അതിനകത്ത് കിടന്നിട്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. എന്നാലും അവർ അടിച്ചു പൊളിച്ചു. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പം ഇത് ലാസ്റ്റാണ് ഡാൻസിൻ്റെ പരിപാടി. അപ്പം എൻ്റെ വീഡിയോ കണ്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കി വിട്ടേരെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടിക്കെട്ടി പോകാനുള്ള പരിപാടിയാണ്. കുഞ്ഞാമ്മിക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.